നമസ്കാരം, ഞാൻ മറിയ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC. സ്റ്റേയിൽ ശ്വാസം വിടാം. ഉമ്മൻചാണ്ടിക്കും ആര്യാടനും പിടിവള്ളിയായി സോളാറിലെ വിജിലൻസ് വിധിയിൽ ഹൈക്കോടതിയുടെ സ്റ്റേ. ആരോപണങ്ങളിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം വേണമെന്ന ഉത്തരവിൽ 2 മാസത്തേക്ക് സ്റ്റേ അനുവദിച്ച കോടതിയിൽ നിന്ന് വിജിലൻസ് ജഡ്ജിക്ക് രൂക്ഷ വിമർശനം. സ്വന്തം അധികാരമെന്തെന്ന് വിജിലൻസ് ജഡ്ജി SS വാസന അറിയില്ലെന്ന് ഹൈക്കോടതി. ജഡ്ജിയുടെ പദവി പോസ്റ്റുമാന്റേതിന് തുല്യമായി കാണരുത്. ഇത്തരം ഉത്തരവുകൾ നിയമവാഴ്ചയ്ക്ക് എതിരെന്നും ജഡ്ജിക്കെതിരെ നടപടിയെടുക്കുന്ന കാര്യം ആലോചിക്കണമെന്നും പരാമർശം. സോളാർ കമ്മീഷന് മുമ്പാകെ സരിത S നായർ നൽകിയ മൊഴികൾ ആധാരമാക്കി മുഖ്യനെയും മന്ത്രി ആര്യാടനെയും പ്രതികളാക്കി കേസെടുക്കണമെന്ന് തൃശൂർ വിജിലൻസ് കോടതി ഉത്തരവിട്ടത് ഇന്നലെ. വിധിക്കെതിരെ ഇരുവരും വ്യക്തിപരമായി അപ്പീൽ ഹർജി നൽകിയത് ഉച്ചയ്ക്ക് മുമ്പ്. മുഖ്യന് പിന്നാലെ മകനും. സോളാറിൽ ഉമ്മൻചാണ്ടിയെ കുരുക്കിയ സരിതയുടെ CD ബോംബ് ചാണ്ടി ഉമ്മന് നേരെ. മുഖ്യമന്ത്രിയുടെ മകനും കേസിൽ പ്രതിയായ സ്ത്രീയും ഒത്തുള്ള ദൃശ്യങ്ങൾ തിരുവഞ്ചൂരിന്റെ പക്കലുണ്ടെന്നും കമ്മീഷന് മുമ്പാകെ സോളാർ നായികയുടെ മൊഴി. ചാണ്ടി ഉമ്മനുമായി ബന്ധമുള്ള സ്ത്രീയുടെ പേര് പറയില്ല. തനിക്ക് മുഖ്യമന്ത്രിയുടെ മകനുമായുള്ളത് ബിസിനസ് ബന്ധം മാത്രം. ചാണ്ടി ഉമ്മരും ആ സ്ത്രീയുമായി ദുബായ് യാത്ര നടത്തുന്നതിന്റെ ദൃശ്യങ്ങളും സരിതയുടെ കൈവശം. മകനെ കൂടി ചേർത്ത് സോളാർ കമ്പനി രൂപീകരിക്കാൻ ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടതായി സരിത. ഇക്കാര്യം ചർച്ച ചെയ്യാൻ ചാണ്ടി ഉമ്മനുമായി ചർച്ച നടത്തിയത് 2 തവണ. തോമസ് കുരുവിളയ്ക്ക് പണം കൈമാറിയത് ചാണ്ടി ഉമ്മനെ അറിയിച്ചതിനു ശേഷമെന്നും മൊഴി. ചാണ്ടി ഉമ്മനും സ്ത്രീയുമായുള്ള ദൃശ്യങ്ങൾ മുഖ്യമന്ത്രിയെ സമ്മർദ്ദത്തിലാക്കാൻ തിരുവഞ്ചൂർ ഉപയോഗിച്ചതായി സരിതയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. മന്ത്രിസഭാ പുനഃസംഘടനയുടെ സമയത്തായിരുന്നു തിരുവഞ്ചൂരിന്റെ നീക്കമെന്നും സരിത. ദൃശ്യങ്ങൾ തന്റെ കൈവശമുണ്ടെന്ന സരിതയുടെ ആരോപണം കെട്ടുകഥയെന്ന് തിരുവഞ്ചൂർ. പരാമർശങ്ങൾ കാര്യമാക്കുന്നില്ലെന്നും നിയമപരമായി നേരിടുമെന്നും വിശദീകരണം. സോളാറിൽ മുഖ്യന്റെ സഹായം. സോളാർ കമ്പനിയുമായി ബന്ധമില്ലെന്ന ഉമ്മൻചാണ്ടിയുടെ വാദം പൊളിച്ചടുക്കി സരിത S നായർ. അന്നത്തിന്റെ പദ്ധതിയിൽ ടീം സോളാർ കമ്പനി മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ടെൻഡർ നേടാൻ സഹായം നൽകിയത് ആര്യാടനെന്നും കമ്മീഷൻ മുമ്പാകെ സരിത. ചാണ്ടി ഉമ്മനുമായി ചേർന്ന് പുതിയ കമ്പനി രൂപീകരിക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. US കമ്പനിയായ സോളാർ ഫ്ലെയിംസിൽ ഉമ്മൻചാണ്ടിയുടെ മകന് പങ്കാളിത്തം. തനിക്കെതിരെയുള്ള ലൈംഗികാരോപണങ്ങൾ സാമ്പത്തിക അഴിമതി മറയ്ക്കാനെന്നും കമ്മീഷനിൽ സരിത S നായർ. മൊഴിയെടുപ്പ് തിങ്കളാഴ്ചയും തുടരും. അതിരുവിട്ട അഭ്യാസം. തെരുവിലിറങ്ങിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെ TP ശ്രീനിവാസന് SFIക്കാരുടെ കയ്യേറ്റവും കരണത്തടിയും. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഉപാധ്യക്ഷന് നേരെ ആക്രമണം കോവളത്ത് ആഗോള വിദ്യാഭ്യാസ സംഗമത്തിനിടെ. വിദ്യാർത്ഥികളുടെ കയ്യേറ്റം പോലീസ് നോക്കി നിന്നെന്ന് ശ്രീനിവാസൻ. കരണത്ത് അടിയേറ്റ ശ്രീനിവാസൻ നിലത്ത് വീണപ്പോൾ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പോലും തുനിയാതെ പോലീസുകാർ. സംഭവത്തിൽ പോലീസിന് വീഴ്ച പറ്റിയോ എന്ന് അന്വേഷിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കേരളത്തിന് നാണക്കേടുണ്ടാക്കിയ സംഭവത്തിൽ ഖേദം പ്രകടിപ്പിച്ച് CPM. കടകംപള്ളിയുടെ ഖേദപ്രകടനത്തിനിടെ TP ശ്രീനിവാസൻ വിദ്യാഭ്യാസ വിചക്ഷണനല്ലെന്ന വിവാദ പ്രസ്താവനയുമായി പിണറായി വിജയൻ. പ്രവാചകന്റെ മൊഴി. നിയമസഭാംഗത്വം രാജിവെച്ച കോവൂർ കുഞ്ഞുമോന് പിന്നാലെ മറ്റൊരു MLA കൂടി മുന്നണി വിടുമെന്ന പ്രവചനവുമായി PC ജോർജ്. മാനാഭിമാനമുള്ള ആർക്കും ഇനി UDFൽ തുടരാൻ കഴിയില്ലെന്നും സെക്യുലർ പാർട്ടി ലീഡർ. മുന്നണിക്ക് നാണക്കേടുണ്ടാക്കിയ ആരോപണങ്ങൾക്ക് പിന്നിൽ താനാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സ്വാഗതം ചെയ്യുന്നു. സോളാർ കേസിൽ സരിത S നായർ ഇനി വെളിപ്പെടുത്താനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും തനിക്കറിയാമെന്ന് ജോർജ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.